നിലമോളെ, നിന്നോട് സോറി ചോദിച്ചു. അതേപോലെ നിന്റെ അമ്മയുടെ ദേഹത്ത് ഞാൻ ചെളി തെറിപ്പിച്ചില്ലേ, അതിനെനിക്ക് ഇതുവരെ ക്ഷമ ചോദിക്കാൻ പറ്റിയിട്ടില്ല. നിന്റെ അമ്മ ഇപ്പൊ എവിടെയുള്ളതെന്ന് പറ. ഞാൻ നേരിട്ട് പോയി തന്നെ നിന്റെ അമ്മയുടെ ക്ഷമ പറഞ്ഞോളാം. എന്റെ അമ്മ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയോ? എവിടെ? ഇവിടെ പറഞ്ഞ ഇവിടെയല്ല, പ്രിൻസിപ്പൽ മിസ്സിന്റെ റൂമിലാ. അങ്ങനെയാണോ? അപ്പൊ സൗകര്യമായിപ്പോയല്ലോ. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പോയി സോറി പറഞ്ഞിട്ട് വരാവേ. അപ്പൊ ഇനി രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. എന്തിനായിരിക്കും മാമൻ വിളിക്കുന്നത്? ഹലോ മാമ. വിക്രം, നമ്മുടെ ഓഫീസിൽ IT റെയ്ഡ് വന്നിരിക്കുക. എന്താ മാമ ഈ പറയുന്നത്? അതെ വിക്രം, പെട്ടെന്ന് കയറി വന്നിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം വേഗം എടുക്കാൻ പറഞ്ഞു. അതെല്ലാം അവർക്ക് ചെക്ക് ചെയ്യണമെന്ന്. ഞാനാണെങ്കിൽ ആകെ ടെൻഷനില്ല. എന്റെ കൈയും കാലും വിറയ്ക്കുക. അതാ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നെ വിളിച്ചത്. നീ എവിടെയാണെങ്കിലും ഒന്ന് ഓഫീസിലേക്ക് പെട്ടെന്ന് വാ വിക്രം. ശരി മാമ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഓക്കെ വിക്രം, വേഗം വാ. ഹലോ പ്ലീസ്. സർ പ്ലീസ്. റെയ്ഡ് കഴിയുന്നത് വരെ ആരെയും ഫോൺ ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? പിടിക്കേ. കവിൻ, ക്ലാസ്സിലേക്ക് വെക്കോ. അച്ഛനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നില, മോളുടെ അമ്മയെ ഞാൻ പിന്നെ കണ്ട് ക്ഷമ ചോദിച്ചോളാം കേട്ടോ. ഇപ്പൊ എമർജൻസി ആയിട്ട് പോണം എനിക്ക്, അതുകൊണ്ടാ. ഓക്കേ അങ്കിൾ. എന്താ നില, കവൻ സർ എന്താ പറയുന്നേ? അമ്മേ, കവിൻ എന്നോട് സോറി പറഞ്ഞു അമ്മേ. ആണോ? കവിൻ എന്നോട് സോറി പറഞ്ഞോ? കുഴപ്പമില്ലല്ലോ, പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞത്. ഇപ്പോഴാ ഇവന്റെ അച്ഛൻ സോറി പറയാൻ ഇവനെ നിർബന്ധിച്ചത്. സൂപ്പർ കവിൻ, നീയും സ്മാർട്ട് ആയെന്ന് തോന്നല്ലോ. ഞാൻ എപ്പോഴും സ്മാർട്ട് തന്നെയാ. നിന്റെ വർത്തമാനത്തിൽ ഒരു ഇച്ചിരി ദേഷ്യം ബാക്കിയുണ്ടല്ലോ. ഞാൻ എന്റെ അച്ഛന് വേണ്ടിയാ നിലയെടുത്ത് സോറി ചോദിച്ചത്. പക്ഷെ എനിക്ക് സോറി ചോദിക്കാൻ ഇഷ്ടമേ അല്ലായിരുന്നു. എന്തിനാ അങ്ങനെ പറയുന്ന? തെറ്റ് ചെയ്താ സോറി ചോദിക്കേണ്ടതല്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത് സോറി ചോദിക്കാൻ? കണ്ടോ, ഇപ്പോഴല്ലേ ഞാൻ നിന്നെ നല്ല മോൻ സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പോഴേക്ക് നിന്റെ പഴയ ക്യാരക്ടർ തന്നെ വന്നോ? നിലയാണ് ആദ്യം എന്നോട് സോറി ചോദിക്കേണ്ടത്. അവളാണ് എന്റെ മേത്ത് റബ്ബർ ബാറ്റ് എടുത്തെറിഞ്ഞത്. അപ്പൊ ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ? എന്റെ ഷർട്ടും ട്രൗസറും എല്ലാം അയച്ചിട്ടിട്ട് വെറും ഷഡ് ഇട്ടിട്ട് ഓടിയത്. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ജഡ്ലിന്ന് ഇപ്പൊ കളിയായിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, വേറൊരു ചെറുക്കൻ ജനിച്ചപടി എന്നാണ് വിളിക്കുന്നത്. ഈ ഇൻസൾട്ടൊക്കെ എനിക്ക് എങ്ങനെയാ ഉണ്ടായത്? നില കാരണമല്ലേ? അവളല്ലേ എന്നോട് സോറി ചോദിക്കേണ്ടത്. അതൊക്കെ ശരിയാ കവിൻ, പക്ഷെ നില വേണമെന്ന് വെച്ച നിന്റെ മേല് പാറ്റ ഇട്ടതല്ലോ. അവള് പേടിച്ച് തട്ടിയതാ, അത് നിന്റെ മേല് വന്ന് വീണതാ. അതിന് നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? അവസാനം എന്തായി? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന അത്രയും കാര്യങ്ങൾ എത്തി. നിങ്ങൾ നിങ്ങളുടെ മോൾക്കാ സപ്പോർട്ട് ചെയ്യുന്നത്, അത് തെറ്റാ. എന്തെങ്കിലും പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം. തെറ്റ് നിലയുടെ ഭാഗത്താ. അതുകൊണ്ട് ഞാൻ കൊടുത്ത സോറി ഞാൻ പിൻവലിക്കുക. ബൈ. ഏയ് കവിൻ നിക്ക്, സംസാരിച്ചോണ്ടിരിക്കുമ്പോ പോവല്ലേ? എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. എന്താ കവിൻ നീ ഇങ്ങനെ? നീയും നിലയും നല്ല ഫ്രണ്ട്സ് ആയിട്ട് ജോളി ആയിട്ട് ഇരിക്കാവുന്നല്ലേ ഉള്ളൂ.
ഇപ്പോ അവള് നിന്നോട് സോറി ചോദിക്കും നോക്ക്. നില, കവിനോട് സോറി പറ. സോറി കവിൻ, ഞാൻ അറിയാതെയാടാ ആ റബ്ബർ പാറ്റ എടുത്ത് നിന്നെ മേത്തേക്ക് ഇട്ടത്. ഞാൻ അറിഞ്ഞോണ്ട് തന്നെയാ മാസ്ക് ഇട്ട മോൻ കാണിച്ച് പേടിപ്പിച്ചത്. ഇത് തെറ്റല്ലേ? രണ്ടുപേരും ഒരേ ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? ഫ്രണ്ട്സ് ആയിട്ടിരുന്ന് നന്നായി പഠിച്ച് ഫസ്റ്റ് മാർക്ക് വാങ്ങി ഈ സ്കൂളിനും നിങ്ങളുടെ പാരന്റ്സിനും നല്ല പേര് വാങ്ങി കൊടുക്കണ്ടേ? അതിനു പകരം ഇന്ത്യ പാകിസ്ഥാൻ പോലെ എന്തിനെപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടുന്നേ? എനിക്ക് എന്താന്നറിയില്ല, നിലയെ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുന്നത്. എന്തിനാ കവൻ അങ്ങനെ പറയുന്നത്? നില നിന്നോട് എന്താ ചെയ്തേ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയാമോ കവൻ? എനിക്ക് ക്ലാസ്സിൽ സമയം, ഞാൻ പോവാ. ഏ കവിൻ, ക്ലാസ് എവിടെയാ? ആ അറിയാം. നില, നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. സാവധാനം എല്ലാം ശരിയാവും. കവൻ പതുക്കെ മാറിക്കോളും. അവന്റെ വീട്ടിലെ അവനെ ഒരുപാട് ലാളിച്ച് ചീത്തയാക്കി വെച്ചിരിക്കുക. ഇനി എത്രയും പെട്ടെന്ന് അവനൊരു മിടുക്കനായിട്ട് മാറും. ഇത് അമ്മയുടെ പ്രോമിസ്. സത്യാണോ അമ്മേ? സത്യമായിട്ടാ പറയുന്ന മോളെ. അവൻ ഫ്രണ്ടായ കുഴപ്പമില്ല അമ്മേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. കവിൻ കുറുമ്പനാണെന്നേ ഉള്ളൂ, അവൻ ചീത്ത പയ്യനൊന്നും അല്ല. നീ ജോളിയായിട്ട് ക്ലാസ്സിൽ പോയി ക്ലാസ് ശ്രദ്ധിക്ക. അമ്മ പോയിട്ട് വരാം. ഓക്കെ, ബൈ മോളെ. ചെല്ലു. മാമാ എന്താ? വിക്രം, കണ്ടില്ലേ മോനെ? സർ, എന്താ സാർ ഇത്? ഒരു റെപ്യൂട്ടഡ് കമ്പനിയാണ് നിങ്ങൾ റേഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ IT യുടെ കാര്യത്തിലൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് സർ. നിങ്ങൾക്ക് എന്തോ തെറ്റ് പറ്റിയിരിക്കുകയാണ്. ദയവായിട്ട് എല്ലാവരും പുറത്തു പോകണം സർ. സർ, ഞങ്ങളെ ജോലി ചെയ്യാൻ സമ്മതിക്കൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹയർ ഓഫീസർ അകത്തുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിച്ചു. അതെ വിക്രം, അദ്ദേഹം അകത്തുണ്ട്. നമുക്ക് അവിടെ പോയി കാണാം. അദ്ദേഹം ആ ക്യാബിനിലുണ്ട്. സർ, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? എന്താ ഇവിടെ നടക്കുന്നേ? സർ, നിങ്ങളുടെ പേരിലും നിങ്ങളുടെ കമ്പനിയുടെ പേരിലും ചില കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് റെയ്ഡിന് വന്നത്. ഒന്ന് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വേഗം ഞങ്ങൾ തീർത്തിട്ട് പോയിക്കോളാം. സർ, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ?